ഇല്ല, ഇത് ശരിയല്ല. ക്യാപ്റ്റൻ ശാന്തനാകൂ, ശാന്തനാകൂ ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ ശാന്തനാകൂ. അതവൻ തന്നെ. അവൻ ഡോക്ടറുടെ വേഷത്തിൽ വന്നു. ആരും അറിഞ്ഞില്ല. ക്യാപ്റ്റൻ പ്ലീസ്. അവൻ നിങ്ങളുടെ വേഷത്തിൽ വന്നാലോ ഞാൻ സമ്മതിക്കില്ല. നോക്കൂ, ക്യാപ്റ്റൻ ബോധശൂന്യനായി. സത്യത്തിൽ കഴുത്തിൽ എങ്ങനെയായിരിക്കും രക്തം വന്നത്? കഴുത്തു പരിശോധിക്കട്ടെ. 2 ചെറിയ മുറിവുകളാണിത്, പാമ്പ് കടിച്ചതുപോലെ. അത്യന്തം വിചിത്രം തന്നെ. ക്യാപ്റ്റൻ വിളറിയിരിക്കുന്നു. രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ്. എന്റെ കർത്താവേ, എന്താണത്? ഡോക്ടർ, എന്തു ജീവിയാണത്? ചെന്നായെ പോലെ തോന്നുന്നു. പുറത്തേക്ക് വരൂ, അതെന്താണെന്ന് അറിയണം. ഇവിടെയെങ്ങും ഒന്നുമില്ല. അത് രക്ഷപ്പെട്ടു പോയി കാണും. ഓ, ഇത്ര വലിയ ചെന്നായയോ? അത് ഈ ചില്ലിൻ്റെ പ്രത്യേകത കൊണ്ടാവും. മിസ്റ്റർ മാർലോ, ഇവിടെ നടക്കുന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. ഞാൻ അറിഞ്ഞു ഡോക്ടർ. ക്യാപ്റ്റൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഇനിയും നഷ്ടപ്പെടാതെ നോക്കണം. ഒരാൾ എപ്പോഴും മുറിയിൽ വേണം. സത്യത്തിൽ എന്താണ് അവിടെ നടന്നത്? അത് ഇപ്പോൾ വെളിപ്പെടുത്താത്തതിൽ ഖേദമുണ്ട് ഡോക്ടർ. എല്ലാം പറയാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇനി വൈകുന്നത് അപകടമാകും. ആ ഫാദറിനെ കാണണം. ഇതുതന്നെ ഫാദറിൻ്റെ സ്ഥലം. കാണുന്നില്ലല്ലോ, ആരുമില്ലേ? ഫാദർ, ഫാദർ. അദ്ദേഹം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. തൽക്കാലം മടങ്ങാം. ഓ, ആശ്വാസമായി. ആ ഓഫീസർ വന്നതു മുതൽ കുഴപ്പങ്ങളാണ്. ഏതായാലും പോയല്ലോ, ഇനി പുറത്തിറങ്ങാം. അതെ ഫാദർ, ഞാൻ തന്നെ.